ലോകത്തിന് അഭിമാനമായിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച ഇടത് സർക്കാർ കേരളത്തിന് ഭാരമായിരിക്കുകയാണെന്നും സർക്കാർ ആശുപത്രികളെ ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. പാവറട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഹന സമരങ്ങളിലൂടെ, സത്യാഗ്രഹ സമരങ്ങളിലൂടെ അഹിംസ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാർ നൽകിയ ഒട്ടേറെ പോരാട്ടങ്ങളാണ് നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ അവസരമുണ്ടായത് എന്ന കാര്യം നമുക്ക് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവറട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, നേതാക്കളായ OJ ഷാജൻ, ജെറോം ബാബു, പുഷ്പ ജോസ്, ഡേവിസ് പുത്തൂർ, ജെയിംസ്, AC വർഗീസ്, ജോബി വെള്ളറ, ടോണി കൊള്ളന്നൂർ, സാബു നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മൺമറഞ്ഞ മുൻ നേതാക്കളുടെ അനുസ്മരണം, സീനിയർ നേതാക്കളെ ആദരിക്കൽ, സമ്മാനദാനം, കുട്ടികളുടെ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു.